വേദിയിലിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട MD ഡോക്ടർ N. ജഹാംഗീർ സാർ, ഞങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട തോമസ് ജോൺ സാർ, ഇക്ബാൽ സാർ, ഷാഫി സാർ, ഐസ് സാർ, സഖി സാർ അടക്കമുള്ള പ്രിയമുള്ള സേവാ കുടുംബാംഗങ്ങളെ, മുൻകാല പ്രവർത്തകരെ, പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടിയാണ്, സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കമ്പനി ആരംഭിച്ച് 6 വർഷത്തിന് ശേഷം തുടങ്ങിയ ഒരു കൂട്ടായ്മ, 35 പേരടങ്ങുന്ന ഒരു സംഘം, കമ്പനിയിലെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് രൂപീകരിച്ച ഒരു ചെറിയ പ്രസ്ഥാനം സേവ, സൺഫൈബർ എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷൻ 1999 സ്ഥാപിതമായത്. MDയുടെ ചെറിയൊരു മൂലധനം സ്വീകരിച്ചുകൊണ്ടാണ് അന്ന് ഈ സംഘത്തിന് തുടക്കമിട്ടത്. വലിയ തിരക്കുകൾക്കിടയിലും എത്താമെന്ന് അറിയിക്കുകയും അതിൻ പ്രകാരം ഈ വേദിയിൽ എത്തുകയും ഈ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ സമ്പന്നവും സജീവവുമാക്കിയ നമ്മുടെ നെസ്റ്റിയൻ കുടുംബത്തിൻ്റെ അമരക്കാരനും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ചെയർമാനും MDയുമായ ശ്രീ ഡോക്ടർ N. ജഹാംഗീർ സാർ, നമ്മുടെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട അൽത്താഫ് സാറ്, നസ്നീൻ മാഡം, നമ്മുടെ നെസ്റ്റിയൻ കുടുംബത്തിന് എന്നും ഉറച്ച പിന്തുണയുള്ള ഇക്ബാൽ സാറ്, പിന്നെ നമ്മുടെ കമ്പനിയുടെ ബാല്യകാലത്ത് നമ്മളെ കൈപിടിച്ച് നടത്തിയ തോമസ് ജോൺ സാർ, ഈ തിരക്കിനിടയിലും നമ്മുടെ കമ്പനിയുടെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾ, ഏകദേശം 30,000 രൂപ മാത്രം മൂലധനവുമായി ആരംഭിച്ച ഈ കൂട്ടായ്മ ഇങ്ങനെ ഒരു മെഗാ ഇവൻ്റ്, ഫാമിലി ഇവൻ്റ് ഗംഭീരമായി നടത്തുന്ന ലെവലിൽ എത്തി എന്നതിൽ ഒരു മെമ്പർ എന്ന നിലയിലും 25 വർഷം പൂർത്തിയാക്കിയ സംഘടനയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ അഭിമാനിക്കുന്നു. ആലുവ പുഴയുടെ തീരത്തെ മക്കാർ മനസ്സിൽ എന്ന പ്രൗഢഗംഭീരമായ തറവാടിൻ്റെ ഉമ്മറത്തിരുന്ന് നാഗോർ റാവുത്തരുടെയും ഖദീജ ബീവിയുടെയും ആൺമക്കളായിരുന്ന ജാവേദ് ഹസനും N. ജഹാംഗീറും കണ്ട സ്വപ്നങ്ങളായിരുന്നു ഇന്ന് ലോകം മുഴുവൻ പടർന്നു നിൽക്കുന്ന നെസ്റ്റ് ഗ്രൂപ്പ്. കൊച്ചിയുടെ ഭരണസ്ഥിരാകേന്ദ്രമായ കാക്കനാടിനെ ലോകഭൂപടത്തിലെ പ്രധാന കണ്ണുകളിലേക്ക് ചേർത്ത് വയ്ക്കാൻ അടിത്തറയിട്ടത് സെസ് എന്ന ഓമന പേരോടെ വിളിക്കുന്ന വ്യവസായ മേഖലയാണ്. മക്കാർ മനസ്സിലിൻ്റെ ഉമ്മറത്തു നിന്നും ഇറങ്ങി വന്ന സഹോദരന്മാർ 1990 ബാലാരിഷ്ടതകളോടെ നിന്നിരുന്ന സെസ്സിൽ ഒരു കമ്പനിക്ക് തുടക്കം കുറിച്ചു, സൺഫൈബർ ഒപ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അനുജനെ MDയാക്കി ജ്യേഷ്ഠൻ ജാവേദ് ഹസൻ 7ാം കടലിനക്കരയ്ക്ക് പറക്കുമ്പോൾ ദീർഘവീക്ഷണവും ഉൾക്കരുത്തും കൈമുതലാക്കിയ അനുജൻ ജഹാംഗീറിൻ്റെ കയ്യിൽ സൺഫൈബർ സുരക്ഷിതമായിരുന്നു. സെസ്സിൻ്റെ തലവര മാറ്റി വരച്ചുകൊണ്ട് പേരിലുള്ളതുപോലെ സൺഫൈബറിനെ കത്തിജ്വലിക്കുന്ന സൂര്യനായി ഉയർത്തിയത് വ്യാവസായിക ലോകം MD എന്ന് ചുരുക്കി വിളിച്ച N. ജഹാംഗീറിൻ്റെ നിശ്ചയദാർഢ്യമായിരുന്നു. പടുകൂറ്റം വാതായനങ്ങളോടെ നിന്നിരുന്ന വ്യവസായ മേഖലയിലെ മതിൽക്കെട്ടുകൾക്ക് സൺഫൈബറിനെ തളച്ചിടാനാവില്ലെന്ന് സെപ്സിലെ ഓരോ മണിത്തരിയും വിളിച്ചു പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് N. ജഹാംഗീർ എന്ന തന്ത്രശാലിയിലൂടെ കാലം തെളിയിച്ചു. അശ്രാന്ത പരിശ്രമം നടത്തിയ പടനായകൻ സൺഫൈബറിനോടൊപ്പം ചേർത്ത് പല സംരംഭങ്ങളും ഒന്നാക്കി നെസ്റ്റ് എന്ന ഓമനപ്പേരോടെ വളർത്തിയെടുത്ത വൃക്ഷം പടർന്ന് പന്തലിച്ചപ്പോൾ 10,000 കടന്ന ജീവനക്കാർക്ക് ചേക്കേറാൻ ആശ്രയവും അഭയവുമായി മാറി. കുടുംബത്തിൻ്റെ പിൻബലം ചേരുമ്പോഴാണ് ഓരോ ചരിത്രനായകനും പരിപൂർണനാകുന്നത്. ജഹാംഗീർ എന്ന MDയിൽ നിന്ന് ചെയർമാൻ പദവിയിലേക്കുള്ള യാത്രയിൽ പ്രിയപത്നി നിഷി ജഹാംഗീർ നൽകിയ സ്നേഹസമ്പന്നമായ കരുത്ത് തികച്ചും അർത്ഥപൂർണമായിരുന്നു. നെസ്റ്റ് ഗ്രൂപ്പിൻ്റെ ശാഖകൾ പടർന്നു പന്തലിച്ചപ്പോൾ ശക്തവും പ്രാധാന്യവും വേണ്ടി വന്നത് IT ഡിജിറ്റൽ ഗ്രൂപ്പിനായിരുന്നു. ചെയർമാൻ്റെ മൂത്ത മകൾ നസ്നീം ജഹാംഗീർ ആയിരുന്നു ആ ശാഖയ്ക്ക് പകരം വയ്ക്കാനില്ലാത്ത അനുയോജ്യമായിരുന്ന ഒരേ ഒരു നേതൃത്വം. നെസ്റ്റ് ഗ്രൂപ്പിനെ വാനോളം ഉയർത്തിയത് SFO എന്ന ഒരിക്കലും കുലുങ്ങാത്ത അടിത്തറയിൽ നിന്നാണ്. ആ വിശ്വാസത്തിന് ഇന്ന് ഒരിളക്കവും സംഭവിക്കാത്തത് ചെയർമാൻ്റെ ഇളയമകനായ അൽത്താഫ് ജഹാംഗീർ എന്ന പുതുതലമുറയുടെ നേതൃത്വം തന്നെയാണ്. ലോകരാഷ്ട്രങ്ങളെ നോക്കുകുത്തിയാക്കി ഇന്ത്യൻ ശാസ്ത്ര പരിവേഷ സംഘം ചന്ദ്രോപരിതലത്തിലെത്തിയപ്പോഴും തുടങ്ങിക്കഴിഞ്ഞ സൂര്യമണ്ഡല യാത്രയിലേക്കും സൺഫൈബറിനെയും കൂടെ ചേർത്ത് നിർത്തിയപ്പോൾ സണ്ണിൽ തുടങ്ങിയ പേര് അർത്ഥവത്തായത് കാലം കരുതി വെച്ച നിമിത്തം തന്നെയാണ്. തെളിഞ്ഞ ആകാശത്തിനെ കാർമേഘം മൂടിയതുപോലെ കോവിഡ് എന്ന മഹാമാരി കണ്ട് ഞെട്ടിവിറച്ച് ലോകം നോക്കി നിൽക്കെ പ്രിയ സംരംഭങ്ങളെ ചിറകിലൊതുക്കി ഒരു പോരാളിയെപ്പോലെ കാർമേഘത്തിന് മുകളിൽ പറന്ന പടനായകന് ഞങ്ങളുടെ 1000 സല്യൂട്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റും നെസ്റ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനും MDയുമായ
എൻ ജഹാംഗീർ സാറിനെ നമുക്കെല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ അറിയുന്നുണ്ട് പല പേരുകളിൽ. വ്യവസായ പ്രമുഖൻ, വ്യവസായ സംരംഭകൻ, നിരവധി പുരസ്കാരങ്ങളുടെ ജേതാവ്, ഒരുപാട് അവാർഡുകളുടെ കൂടെ ആ പേരും ലോകം ചേർത്ത് വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാത്ത ഒരു പേരിൽ സാർ അറിയപ്പെട്ടിട്ടുണ്ട്, ഒരു മേഖലയിൽ സാറ് പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആകാംക്ഷ കാണും അതെന്താണെന്ന് അറിയാൻ. എന്തായാലും ഞാനൊരു വാക്കും കൂടി ചേർക്കുകയാണ്. ഒരുപക്ഷെ സാർ ആ മേഖലയിലേക്കാണ് തിരിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളുടെ എല്ലാം ജീവിതം മാറ്റി എഴുതപ്പെട്ടേനെ. എന്തായാലും ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം മലയാള ചിത്രത്തിൽ നമ്മുടെ ചെയർമാനും പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അത് 1984 MT വാസുദേവൻ നായർ തിരക്കഥയെഴുതി IVCC സംവിധാനം ചെയ്ത അക്ഷരങ്ങൾ എന്ന ചിത്രമാണിത്. MT സാറും IVCCയെ പോലെ ഡയറക്ടറൊക്കെ പ്രതിഭകളെ തന്നെയാണ് അഭിനയിപ്പിച്ചിട്ടുള്ളത്. സൂക്ഷ്മം നിരീക്ഷിച്ച് അഭിനയ പ്രതിഭകളെ തന്നെയാണ് അവർ കണ്ടെടുത്ത ആ പ്രതിഭ തന്നെയാണ് നമ്മുടെ ചെയർമാൻ എന്ന് നമുക്ക് ഉറപ്പിക്കാം. എല്ലാവർക്കും നന്ദി. Good morning, everybody. It is a great day for me to see my beloved jewels starting point after 25 years meeting together and meeting one whole and enjoying their family with us is a great event for my life and my venture. And especially, I'm very delighted and happy that Mr. Thomas John, he is with me and he is here. It is a very, very, I don't know what to say, luck for us, God give to us. He is the person bring the organization in a different way. And he is my mentor, he is my guider, he is my everything for me. And whatever he'll say, he'll come and says to me very politely, hey, no, go this way, you go this way. Gentlemen, my friends, you should understand the caliber which is the support which we give to me and to transfer to the organization to grow. You should be very, very gratitude to Mr. Thomas John, and he should be have a long life and healthy life. We'll pray for him. This is only I can do for him. He is a well-settled person, well-contented person. He is remember us, and every my birthday he sent a card to me. I am very, very honored. My dear friend, that's very good. Okay, now we are talking about a lot of things. When I start this organization in 1992, 98, 99, most important vital thing is support of
my wife and 2 kids. That is Altaf Jahangir and Nasrin Jahangir. Both are after 21st century over. They will be with me to support, to take further, and for your kids to be joined with us and move forward. This is a family organization. That's what my desire, what is my ambition, my wish, and my values for you. I am not I'm just saying, unfortunately or fortunately, in the dais, you people never mention his name. He is 15 years in SFO leadership after Thomas John gone. He is a CEO and he is executive director of the organization. You people, sorry to forget about that. I am very sorry to hear that. It is not a complaint. You should understand that thing also. He is a mentor. He is a person to drive this organization after I will go. That's what you should understand that. Forget it. Just mention that. That's it. നിങ്ങളുടെ കുട്ടികളെ വരെ നോക്കുന്ന പ്രസ്ഥാനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. എഞ്ചിനീയറിംഗ് കോളേജ്, ഡിപ്ലോമ സ്കൂൾസ് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് ആവശ്യമുണ്ടോ? ഇന്ന് ഒരു കമ്പനി, ട്രിവാൻഡ്രത്ത് ഒരു കമ്പനി കൊച്ചിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ പോകണം. പക്ഷെ നമ്മുടെ തീരുമാനം ഇതാണ്: മനുഷ്യപ്പറ്റ്, മനുഷ്യനെ സ്നേഹിക്കണം, ദൈവം തരും, ഇന്ന് എൻ്റെ അടുത്ത്, നാളെ നിങ്ങളുടെ കയ്യിൽ. ഇതാണ് എൻ്റെ. അധികം സംസാരിക്കുന്നില്ല. എനിക്ക് തന്ന നിങ്ങളുടെ വാമായിട്ടുള്ള നിങ്ങളുടെ സ്വീകരണത്തിനും നിങ്ങളുടെ ഈ ഓരോരുത്തരും എന്നോട് കാണിക്കുന്ന ആ സ്നേഹബന്ധത്തിനും ഞാൻ വളരെ കൃതാർത്ഥനും നന്ദിയുള്ളവനുമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ബഹുമാനപ്പെട്ട MD, ബഹുമാനപ്പെട്ട തോമസ് ജോൺ സാറ്, ഷാഫി സാർ, മൈ ഡിയർ കൊളീഗ്സ്, ഇൻഡീഡ് ഇതൊരു MD പറഞ്ഞ പോലെ നമുക്ക് വളരെ അഭിമാനം തോന്നുന്നൊരു സംഭവമാണ് ഇന്നിവിടെ വന്നപ്പോഴത്തേക്ക്. അതിനേക്കാളേറെ ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തത് ടീമിനെ, വാട്ട് ഐ എം അപ്രീഷിയേറ്റിംഗ് the team, how you have formed that video visuals of our group. ആൻഡ് ഞെട്ടിച്ച് കളഞ്ഞത് മമ്മൂട്ടിക്കൊരു കോമ്പറ്റീഷനായിട്ട്. അപ്പം MD എന്നും എപ്പോഴും ഒരു കോമ്പറ്റീഷനാണ്. ഹി ഹാസ് ഗോട്ട് ദാറ്റ് കോമ്പറ്റേറ്റീവ് മെൻറ്റാലിറ്റി ടു വിൻ ഓവർ. അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ ബിജു പറഞ്ഞ പോലെ MD സിനിമ ചൂസ് ചെയ്തിരുന്നെങ്കിൽ മമ്മൂട്ടി ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ ഇലയിൽ തീർത്ത ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. CMD ജഹാംഗീർ സാർ, ഇക്ബാൽ സാർ, ഷാഫി സാർ, തോമസ് ജോൺ സാർ, പിന്നെ എൻ്റെ സഹപ്രവർത്തകരെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഈ 25ാമത്തെ വർഷം സേവ ആഘോഷിക്കുന്ന വേളയിൽ ഇവിടെ നിൽക്കുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെയൊരു കുടുംബസംഗമം അത് വളരെയേറെ നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ സേവയുടെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ പ്രത്യേക ആശംസകളുണ്ട്. ഈ സേവ എന്ന് പറയുന്ന ഈ സംഘടന 25 വർഷം പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നമ്മളിരിക്കുന്നത് നെസ്റ്റ് എന്ന വമ്പൻ മരത്തിൻ്റെ കൊമ്പിലാണ്.
അതാണ് നമ്മുടെ ഉറപ്പ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇരിപ്പ് ഉറച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ദൂരക്കാഴ്ചകൾ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്ന മൂകം. മേഘം കറുക്കാത പെണ്ണെ പെണ്ണെ, സാറല്ലടിക്കാത പെണ്ണെ പെണ്ണെ, മേഘം നനയാത പെണ്ണെ പെണ്ണെ, നീയും മണയാത പെണ്ണെ പെണ്ണെ. ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി, നറുനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി. ദേവി ആത്മരാഗമേക കന്യാമണിയിൽ സുഖദം കളഗാനം പകരാനണയു ഗന്ധർവ വീണയാകൂ നീ ദേവി. You being shy and turn
നുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിയിൽ സുരഭില സൂര്യകണം കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം मेरा झुमका उठा के लाया यार वे जो गिरा था बरेली के बाजार में मैं तो ठुमका लगा के शर्मा गई बोली घूम कर बजा दे के मैं आ गई मुझको नचा के नाच ले आजा नाच ले मेरी यार तू नच ले छनक छनक छनकार பத்தல புட்டியும் பத்தல மக்களாராடே சுத்த பத்தலாராடே சொல்லிடுறல இவன் முட்டாள கடிச்சானே இது முடிஞ்சமைக்கு பிரேமே ஒன்னா நம்பர் சொக்கா திருடி பிளேடு பக்கரி மாமே அது சரக்கடிக்கும் சோமு இவன் சுண்டி சோறு சீனு நல்லா பவுடர் கோடு போட்டு மூக்குறிஞ்சும் டீமு നാട്ടാരറിയാതെ വീട്ടിൽ ഞാൻ വന്നാല് നയനഴിച്ചിടല്ലേ എന്റെ പുന്നാരെ നയനഴിച്ചിടല്ലേ നാട്ടാരറിയാതെ വീട്ടിൽ ഞാൻ വന്നാല് നയനഴിച്ചിടല്ലേ എന്റെ പുന്നാരെ നയനഴിച്ചിടല്ലേ കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു പുൽകാൻ നീ വന്നു ബഹുമാന്യരായ ഗുരുജനങ്ങളെ, പ്രിയ കലാസ്നേഹികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥാപ്രസംഗ കലയുടെ 100ാം വാർഷികാഘോഷത്തിൻ്റെ ഈ വേളയിൽ നെസ്റ്റ് ഗ്രൂപ്പിൻ്റെ സേവാ സംഗമം പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. അതിനായി വേദി ഒരുക്കി തന്ന എല്ലാ പ്രമുഖരായ സംഘാടകരെയും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന സ്നേഹനിധികളായ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹവും കടപ്പാടും ആദ്യമേ തന്നെ അറിയിച്ചു കൊള്ളട്ടെ. എൻ്റെ കഥയുടെ പേര് അരങ്ങിലെത്തിയ പെണ്ണേ നീ എങ്ങോട്ട്. ഓരോ ജാതിയിലും മതത്തിലും സ്ത്രീകൾ അനുഭവിച്ച ചങ്ങലക്കെട്ടുകൾ ഒട്ടനവധിയാണ്. ഇരുളടഞ്ഞ ജീവിതം നയിച്ച സ്ത്രീ അടിമയായിരുന്നു. പുറം ലോകം അവൾക്ക് നിഷിദ്ധമായിരുന്നു. ഈ ദുരവസ്ഥയുടെ അടിവേരറുക്കുവാൻ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച ഒരു കലാപ്രതിഭയുണ്ട്, വീട്ടി ഭട്ടതിരിപ്പാട്. ആ ജീവിതത്തിലൂടെ ഒരു യാത്ര. ദൈവത്തെ ആരും മിഴിച്ചു നോക്കേണ്ട, ദുർവിധി
ദുർവിധി എന്നു പറഞ്ഞൊഴിയേണ്ട, ദൈവത്തെ ആരും മിഴിച്ചു നോക്കേണ്ട. ദുർവിധി എന്നു പറഞ്ഞൊഴിയേണ്ട, കത്തുന്ന പന്തങ്ങൾ കയ്യിലിരിക്കലും തപ്പുന്നിരുട്ടത്തിതാരുടെ കുറ്റമാ. കത്തുന്ന പന്തങ്ങൾ കയ്യിലിരിക്കലും തപ്പുന്നിരുട്ടത്തിതാരുടെ കുറ്റമാ. ഓക്കെ, എന്തായാലും സേവാ സംഗമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എനിക്ക് ഇവിടെ ഒരു വേദി ഒരുക്കി തന്ന ഇതിൻ്റെ എല്ലാ സംഘാടക സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങളോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു വൺമാൻ ഷോയാണ്. ഒരു 50% വൺമാൻ ഷോയും ഒരു 50% നമ്മളെല്ലാവരും കൂടി ചേരുന്ന ഒരു ഷോയും കൂടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? അതായത് സേവാ സംഗമത്തിൻ്റെ 25ാമത് വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഉണ്ട്, നന്നായിട്ടുണ്ട്. അതായത് സത്യത്തിൽ ഈ സേവാ സംഗമത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര്, ഒരുപാട് കലാകാരന്മാരും കലാകാരികളൊക്കെ കാണാൻ സാധിച്ചു. അത് ഏറ്റവും സന്തോഷം നിറയുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സന്തോഷമുണ്ട് സേവാ സംഗമത്തിൻ്റെ ഭാഗമായി എന്നെ ഇവിടെ വിളിച്ചതിൽ. ഇതിൻ്റെ എല്ലാ ഭാരവാഹികളും ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. അയ്യോ, ഈ പുഴയുടെ കരപിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടൽ. അതിന് എത്ര കടമത്തി ഏതൊക്കെ തോണിക്കാരൻ കുത്തി നിർത്തിയാലും ആ ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ആ ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കടലുള്ളതാണെങ്കിൽ മല്ലിക സുകുമാരനുള്ളത് വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇന്ദ്രജിത്താണ് ഈ ഡയലോഗ് പറയുന്നെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാം. ഈ പുഴയുടെ കരപിടിച്ച് നടന്നാലേ അങ്ങ് അറബിക്കടല. അതിന് എത്ര കടപ്പത്ത് ഏതൊക്കെ തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കടലുള്ളതാണെങ്കിലേ പൂർണ്ണിമ ഇന്ത്യനുള്ളതാ വാക്കാണ് ഏറ്റവും വലിയ സത്യം. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम. तुझे देखा तो ये जाना सनम. Welcome, my boy. I am not an Alabalad. I am Pavanai, a real professional killer. പിന്നെ മറ്റുള്ള വിക്ടിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം. You can select your own weapon. गणपतिये नमो नमः, श्री सिद्धि विनायक नमो नमः. झुक झुक कर सीधा खड़ा हुआ, अब फिर झुकने का शौक नहीं. अपने ही हाथों रचा स्वयं, तुमसे मिटने का खौफ नहीं. तुम हालातों की भट्टी में जब जब भी मुझको झोंकोगे. Johnny money Johnny, you are my gun and money. Johnny money Johnny, so why you won't plenty of money? தமிழ் படங்களை மறந்து வச்சுக்கிட்டு மீசை முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியாரு ஏ கபாலு அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க எஜுமா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலே நினைச்சியாடா. Reloaded. സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമ ചലച്ചിത്രം കാണാറുണ്ട്. ഇംഗ്ലീഷ് സിനിമയാണോ, തെലുങ്ക് സിനിമയാണോ, കന്നഡ സിനിമയാണോ, മറാഠി സിനിമയാണോ, ഏത് ഭാഷയുള്ള സിനിമയാണ് കൂടുതലും കാണാറുള്ളത്? മലയാളം മലയാള ചലച്ചിത്രം. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ ഈ മൈക്കും കൊണ്ട് തലക്കിട്ട് ഒരു അടി വെച്ചിരുന്നു കേട്ടോ. നിയമപാലക. അത് പറ. ഓക്കെ, റെഡി. നിയമപാലകയാണ്. റെഡി. ഓക്കെ, ശരി. 1 മുതൽ 5 വരെ പഠിച്ച എവിടാ മേഡം? തൃശ്ശൂർ തന്നെയാണോ? 1 മുതൽ 5 വരെ പഠിച്ചേ തൃശ്ശൂർ തന്നെയാണോ? 1 മുതൽ 5 വരെ പഠിച്ച എവിടാ? പെരിങ്ങോട്ടുകര. എവിടാണ്? സപ്ലൈകോയിലാണോ അതോ മെഡിക്കൽ സ്റ്റോറിലാണോ? നല്ലൊരു ഗൈഡ്, നിറഞ്ഞൊരു ഗൈഡ്. റെഡി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആദ്യത്തെ ആൾക്കുള്ള സമ്മാനം. ഇനി രണ്ടാമത്തെ ആൾക്ക് ഉള്ള സമ്മാനം.
ഓക്കെ, അടുത്ത ആൾക്കുള്ള സമ്മാനം. ഓക്കെ, നമ്മുടെ പ്രിയപ്പെട്ട കേരള പോലീസിന്റെ അഭിമാനമായി മേഡം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഷീജ മേഡത്തിന് എല്ലാവിധ ആശംസകളും. ഓക്കെ ഓക്കെ, അടുത്ത നെക്സ്റ്റ് സാറെ കൊടുത്തോളൂ. അടുത്ത നമ്മുടെ സാർ എന്നാ ഇതിവിടെ സാർ പോരാ, ഇവിടെ ഉണ്ട് ആൾക്കാരുണ്ട്. നെക്സ്റ്റ് അടുത്ത ആൾക്കുള്ള സമ്മാനം. ജോസേ, സമ്മാനമൊക്കെ മേടിക്കുന്നല്ലോ, നീ ഇവിടെ എന്തോ ചെയ്തിട്ട് സമ്മാനം മേടിക്കും അറിയണം. യോ നീ ഒന്ന് പറഞ്ഞിട്ട് പോയെ, കുലുകുലു ഒന്ന് പറഞ്ഞിട്ട് പോയിട്ട്. യോയോ വേണം ഞാൻ പറയാം, കുലുകുലു എന്താ പറയാത്തെ? ഓക്കെ റെഡി. നെക്സ്റ്റ് അടുത്ത ആൾക്കുള്ള താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവരും ആശംസകൾ നേരുന്നു. ഇനിയും അടുത്ത വർഷവും ഒരുപാട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ വാർഷികാഘോഷമൊക്കെ ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഒരു പുതുവർഷം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയുള്ളൂ, ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു പുതുവർഷമായിരിക്കട്ടെ 2024 കൂടി ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.